ഹലോ, ഞാൻ ലിപില്ലേ. അപ്പൊ ഞാൻ ഇന്ന് ആ അം അങ്ങനത്തെ ഒരു സിനിമ കണ്ടു. അതായത് പേര് നല്ല രസമായിട്ടുള്ള പേരാ. കാരണം ആ പേര് ഇടാൻ കാരണം എനിക്ക് തോന്നണം ഈ പടത്തിലെ ക്യാരക്ടറായിട്ട് ഒരു ഊമയായിട്ടുള്ള ഒരു ക്യാരക്ടറും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഈ ഒരു പേര് വരാൻ കാരണം. പിന്നെ ഈ പടത്തിലെ ദിലീഷ് പോത്തൻ, അതേപോലെ തന്നെ ജാഫർ ഇടുക്കി, ബാക്കിയുള്ള ആർക്കും പേര് എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ. എന്തായാലും ഇവർ രണ്ടുപേരും നല്ല ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ദിലീഷ് പോത്തനൊക്കെ ഒരു പോലീസുകാരനായിട്ടാണ് ഇതില് ഈ സിനിമയിൽ വന്നത്. എന്തായാലും നല്ലൊരു മെസ്സേജ് എന്ന് പറഞ്ഞാൽ, അതായത് മനസ്സ് നിറയണ ഒരു ഫീല് കിട്ടുന്ന ഒരു പടം. അങ്ങനെയാണ് എനിക്ക് ഈ പടത്തിനെ എനിക്ക് കണ്ടിട്ട് തോന്നിയത്. അതായത് ഒരു കൊച്ചിന്റെ ജനനവും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പടത്തിൽ പറയുന്നത്. കാണേണ്ടവർക്ക് കാണാം. കാരണം ഒരു തിയേറ്റർ വാച്ചുകളായിട്ട് എനിക്ക് തോന്നി. കാര്യം എന്ന് പറഞ്ഞാൽ ഈ സെന്റിമെന്റ്സും കാര്യങ്ങളൊക്കെ കൂടി കൂട്ടിക്കലർത്തി ഉള്ള ഒരു പടമാണ് ഈ പടം വന്നത്. ക്ലൈമാക്സ് ഒക്കെ നല്ല രസമുണ്ട്. അതില് ലാസ്റ്റ് ദിലീഷ് പോത്തനും ഫാമിലി ആയിട്ട് കാണിക്കുമ്പോഴൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ അല്ല പൊന്നോ, അത് ഗംഭീരമാണ്. കാരണം ഒരു കൊച്ചു കുഞ്ഞിനെ എടുത്ത് വളർത്തുന്ന കാര്യങ്ങളൊക്കെയാണ് പടത്തിൽ വന്നിട്ടുണ്ട്. അത് കൂടുതൽ ഞാൻ പറയാനുള്ള കാരണം അത് തിയേറ്ററിൽ തന്നെ കാണാവുന്നൊരു സംഭവമായിട്ട് എനിക്ക് തോന്നി. ലാഗ് പടം സ്ലോ പേസ് ആയിട്ട് പോണേ, പക്ഷെ ലാഗ് ഫീൽ ചെയ്തില്ല. അതാണ് പടത്തിന്റെ ഏറ്റവും വലിയ ഗുണം. പിന്നെ എടുത്തു പറയേണ്ടത് പടം ഇടുക്കിയിലോ മറ്റെങ്ങാണ്ടാന്ന് തോന്നുന്നു. കാരണം പടത്തിൽ പറയണ്ടേ കറണ്ട് ഇവിടുന്ന് കൊടുക്കുന്നതല്ലേ, ഇവിടെ എന്ത് അപ്പൊ ഇടുക്കിയ ഭാഗമായിട്ടൊക്കെ വരുന്നു തോന്നുന്നു. എന്തായാലും ഹൈ റേഞ്ച് ഏരിയയാണ്. കാരണം അതിന്റെ വിഷ്വലും ബ്യൂട്ടിയും ഒക്കെ ഓരോ ഫ്രെയിമിലും നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. കാരണം എന്താ പറയാ, ഈ മറ്റേ ജീപ്പ് ആ സാധനമൊക്കെ ആയിട്ട് മല കയറുന്ന സംഭവങ്ങളില്ലേ, അതൊക്കെ ഈ പടത്തിന് ശരിക്കും കാട്ടിയിട്ടുണ്ട്. എവിടെ നോക്കിയാലും ഒരു കാടുമയം, ഒരു പച്ചപ്പ്. അങ്ങനെയാണ് പടത്തില് അതായത് സീൻസ് ഒക്കെ നല്ല സീനറിയും കാര്യങ്ങളൊക്കെ നല്ല ഗംഭീരമായിട്ട് തന്നിട്ടുണ്ട്. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരു കൊച്ചുണ്ട് ഈ പടത്തിൽ, ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അതിലൊന്നും പറയാനില്ല. കാരണം അതാണ് ഒരു മനസ്സില് തട്ടണ ഒരു രീതിയിലുള്ള ഒരു അഭിനയം ആ കൊച്ചായാലും ചെയ്തത്. എന്തായാലും തിയേറ്ററിൽ കാണാവുന്ന ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നി. എന്തായാലും കണ്ടുപോകും.